എന്തായി, നീ ആണാണോ പെണ്ണാണോ, ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ? എനിക്കറിയില്ല. ലൈക്ക് ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറഞ്ഞല്ല, സീരിയസ്ലി. ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. എടാ, ഞങ്ങളെ ഹിജഡയെന്ന് വിളിക്കണമെങ്കിലേ ഞങ്ങൾക്ക് കേരള ഗവൺമെന്റും അതുപോലെ ഇന്ത്യൻ സർക്കാരും നല്ല രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിൽ, നല്ല ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. നിന്നെ പോലെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ജാസി കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടേതായിക്കൊണ്ടൊരു സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ന്യൂസിനകത്ത് അങ്ങനെ വലിയതായിട്ട് വന്നിട്ടില്ലെന്ന് തോന്നും. ഞാൻ കണ്ടില്ല കേട്ടോ, ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു ബില്ലിന് എതിരായിട്ടാണ് ഇവർ വന്നു കിടന്നു അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവർക്ക് ഇനി ഇങ്ങനെ ഉള്ളൊരു ഐഡൻറ്റിറ്റി നടക്കണമെങ്കിൽ ഇവർക്ക് ഇനിയിപ്പം ഇങ്ങനെ ഈ സർജറിയൊക്കെ ചെയ്ത് അത് ആണുങ്ങൾ സ്ത്രീ പുരുഷനാകുന്നതും പുരുഷൻ സ്ത്രീ ആകുന്നതും ഒക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ എല്ലാ രേഖകളും കാര്യങ്ങളും ഒക്കെ വേണം എന്നൊക്കെയാണ്. അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ വിവരമൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അങ്ങനെ എന്നതൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇപ്പം വിവാഹം കഴിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ജന്മന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അവർ വരുന്നു, അവർക്ക് ചിലർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഇതൊക്കെ വെച്ചാണെങ്കിലും അവരൊരു സ്ത്രീ ആകണ ഒരു പുരുഷൻ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു നല്ല രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇതിൽ വരാറുണ്ട്. പക്ഷെങ്കിൽ ചിലർ കാണിക്കുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചാൽ, കല്യാണമൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ചിലർക്ക് കുട്ടികൾ വരെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ സ്ത്രീയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ കുറേ പേര് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അങ്ങനെ രണ്ട് ഇതുമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം അതിനൊക്കെ എതിരായിട്ടാണ് മൊത്തം പേരൊക്കെ കിടന്ന് വെള്ളം വെച്ചേക്കുന്നത്, സർജറി കാര്യങ്ങളൊക്കെ. ഇതിൽ മിക്കവരും സർജറി ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടേണ്ടവർക്കൊന്നും കിട്ടുന്നില്ല. അതൊക്കെയാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെയൊരു നിയമം വരുത്താനുള്ള കാരണം. അപ്പം അതിനെതിരെയാണ് ഇവരിപ്പോൾ സമരമൊക്കെ ചെയ്തേക്കുന്നത്. ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടിയല്ല, അല്ലാതെ ഇവരുടെ സർജറിയും കാര്യങ്ങളോ അങ്ങനെയൊക്കെ എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അറിയാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റി ഞാൻ ഒരുപാട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതവിടെ ഇങ്ങനെ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് നമ്മുടെ സീമന്തപുത്രനായ ജാസിക്കുട്ടൻ പോയായിരുന്നു. ജാസിക്കുട്ടൻ പോയി നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് പലരും എന്നെ ചിലപ്പോൾ ചീത്ത വിളിക്കായിരിക്കും, ഞങ്ങളുടെയൊന്നും അല്ല നിങ്ങളുടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെയൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ജാസി പോയായിരുന്നു. ജാസി പോയി അവിടെ ചെന്ന് ജാസിനെ സ്വന്തം കമ്മ്യൂണിറ്റിയുള്ളവർക്ക് പോലും ജാസിയെ വേണ്ട. ഇതിനു മുമ്പ് ഞാൻ കേട്ടായിരുന്നു ജാസിനെ ഇവർ കൂടുതലുള്ളവരൊക്കെ തന്നെ ഓരോന്നും പറയുന്നത്. ജാസി അതുപോലുള്ള കോലങ്ങളാണ് കാഴ്ച വെക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പരിധി വരെ നോക്കിയാൽ ജാസിയും നമ്മുടെ രേണു ഏതാണ്ട് ഒരേ കാറ്റഗറി പെട്ടവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരേ കാറ്റഗറി പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിനേക്കാൾ വലിയ രസം. ഇവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഇന്നലെ ഇട്ട രേണുവിൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു ചേട്ടൻ വന്ന്, എനിക്കൊന്ന് ചേട്ടൻ്റെ വൈഫിനെ പറഞ്ഞ ചേട്ടൻ അത്രയും വിഷമം വരികയില്ലെന്ന് തോന്നുന്നു. അതുപോലെ കിടന്ന് ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എല്ലാവരും വായ നിറച്ച് കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ചേട്ടാ, കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കാള് തെറ്റി ചെയ്യുന്നതാണ്, നമ്മൾ നുണ പറയുന്നതാണ് കൂടുതലും വിഷയമാകുന്നത്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാതിരിക്കുക. രേണു കാണിക്കുന്നതും ജാസി കാണിക്കുന്നതും സെയിം കാര്യങ്ങളാണ്. രേണു കാണിക്കുന്നതും ജാസി കാണിക്കുന്നത് സെയിം ഇതാണ്. കാര്യം ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇവർ ശരിക്കും നെഗറ്റീവ് വരുത്താൻ വേണ്ടി തന്നെ കിടന്ന് ഇവർ കാണിച്ച് ഇപ്പോൾ ഇവർ തൊടുന്നതെല്ലാം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജാസി അവിടെ പോയി അവിടെ നിന്ന് പണി മേടിച്ച് കിട്ടി നമുക്ക് ആദ്യം ഒന്ന് കാണാം. കണ്ടേച്ച് നമുക്ക് ബാക്കി കാര്യം പറയാം. ഇത്രയും ദൂരം നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലായിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. എന്തായാലും സമരം വിജയിക്കാൻ എനിക്ക് അത് പറയുള്ളൂ. ഇതാണ് നമ്മുടെ ജാസിയുടെ സങ്കടം എന്ന് പറയുന്നത്. ഒരു കണക്കിന് കഷ്ടമുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവരൊക്കെ കാണിച്ച് കൂട്ടുന്നതിനാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത്. ഇവരൊക്കെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കൊണ്ട് ഇവരെല്ലാം പറയാറുണ്ട്, നീയൊക്കെ ഒരു റൂമിൽ ഇരുന്ന് ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ബബ വെക്കുകയല്ലേ, നിനക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ രേണുവാണി വെല്ലുവിളിക്കുന്നുണ്ട് ഓരോരുത്തരെയൊക്കെ. എന്ന് ചോദിച്ചു ഇതിനകത്തിരുന്ന് ചെയ്താലും നമുക്കൊരു ബോധമുണ്ട്, ഇത് പുറത്തോട്ടാണ് പോകുന്നത്, ഇത് മറ്റുള്ള മനുഷ്യർ കാണും, ഇത് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കും എന്നൊരു ബോധത്തോടു കൂടി ഇരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇവർ കാണിക്കുന്ന പോലെ
ഞങ്ങൾ എങ്ങനെയും വലിച്ചു വാരി കാണിച്ചു ഒരു ബോധവുമില്ലാതല്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നത്. പറയുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തതയുണ്ട്. നമുക്കറിയാൻ മേലാത്ത കാര്യം നമ്മൾ അറിയത്തില്ല എന്ന് തന്നെ പറയും. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പറയും. അത് നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് നമ്മൾ തിരുത്തുകയും ചെയ്യും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ തെറ്റിന് വീണ്ടും വീണ്ടും തെറ്റല്ല പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോണേ. ഈ പറയുന്ന കാര്യത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നാണെന്നുള്ളത് ഇതാണ്. നമ്മൾ എന്നേലുമൊക്കെ കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 4 പേര് കൂടുന്നിടത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു പണി കിട്ടുമെന്ന് പറയുന്നതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണത്. എന്തായി നീ ആണാണോ പെണ്ണാണോ ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി? നീ ആണാണോ പെണ്ണാണോ? എനിക്കറിയില്ല. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഈഗോ ആയിട്ടായിരിക്കും നമ്മൾ വന്നപ്പോൾ അവർക്ക് മീൻസ് കുറച്ചുകൂടെ മാധ്യമ ആൾക്കാരും മീഡിയാസൊക്കെ നമ്മളെയല്ലേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷെ പേഴ്സണലി ഞങ്ങളൊന്നും തമ്മിലൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ നടന്നു കഴിഞ്ഞിട്ട് ശേഷം നമ്മളോട് വന്നിട്ട് ഇതിങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞ കുറേ നല്ല ആൾക്കാരും ഉണ്ട്. അത് അല്ലാണ്ട് വെറുതെ നമ്മളൊക്കെ ചൊറിയുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. എന്നോട് വന്ന് ചോദിച്ചാൽ നിന്റെ ഗർഭം എന്തായി? നീ ആണാണോ പെണ്ണാണോ ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി? ഈ ഒരു സംശയം എല്ലാവരും ചോദിച്ചതല്ലേ ജാസി? ഈ ഒരു സംശയം എല്ലാവരും ചോദിച്ചതല്ലേ? ഒരാണായ നീ ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് നീ എന്നെല്ലാം കോലങ്ങൾ കാണിച്ചു. നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അതിന് രേണുവൊക്കെ ഉണ്ടായിരുന്നു ആ കൂടെ. രേണുവിൻ്റെ ഇവരൊക്കെ ഞാൻ പറഞ്ഞ ഒരു ടീമാണ് ഇവരൊക്കെ. ഒരു രേണു പറയും ഒരു ടീമായിട്ടാണ് രേണുവിനെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടിട്ട് രേണുവിൻ്റെ ടീമെന്ന് പറയുന്നത്. ജാസിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുക. എനിക്കിത് ജാസിക്ക് അറിയാൻ തോന്നുന്നു ഈ രേണുവിൻ്റെ മാനേജറുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ പരിപാടിക്ക് വന്നപ്പം തന്നെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. രേണുവിൻ്റെ PA ആയിട്ട് സംസാരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇവരൊരു സെറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ജാസി പറയുന്നത് ഗർഭത്തിൻ്റെ കാര്യം. ആ ഗർഭത്തിൻ്റെ കഥ എല്ലാവരും വാരിയെടുത്ത് ചലക്കിയതാണ്. എന്നതെല്ലാമാണ് കാണിച്ച് കൂട്ടിയത്. അതുപോലെ തന്നെ ചാനലിനകത്തൂടെ ഗർഭിണികൾ കഴിക്കുന്ന ഫുഡ് ഇടുന്നു. എൻ്റെ പൂതിയെല്ലാം ഞാൻ തീർത്തു എന്ന് പറയും. ഇപ്പോൾ പൂതിയൊക്കെ തീർന്നോ? ഇപ്പോൾ പൂതിയൊക്കെ തീർന്നതിൻ്റെ കേടിപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂതിയൊക്കെ തീർത്ത് അതിൻ്റെയൊക്കെ ക്ഷീണമാണ് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാര്യം 4 പേരുടെ മുന്നിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ കൂടുതലുള്ളവർ തന്നെയാണ് ഒത്തിരി പ്രാവശ്യം എടുത്തത്. സിലിക്കോൺ മൊത്തം വെച്ച് പിടിപ്പിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അല്ലാത്ത സർജറിയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പെണ്ണായി, ഞാനൊരു പെണ്ണായി, എൻ്റെ മനസ്സിന് എനിക്ക് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ രേണു പറയുന്നിടത്ത് കുറേ ഡയലോഗൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്രയാണേലും പിന്നെ കാക്ക കുളിച്ചാൽ കൊക്കാവുമെന്ന് പറയുന്ന മാതിരി എന്നെ എല്ലാം കാണിച്ചാലും ആണും പെണ്ണും തന്നെയാണ്. ജാസി അതിനിപ്പോൾ ഇപ്പം ഈ സങ്കടം പറയുന്നു, ഇങ്ങനെ കളിയാക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം കൂടെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല. സീരിയസ്ലി ഞാൻ വെറുതെ പറയുന്നത്, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഞാൻ തമാശ പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ ഇപ്പൊ എനിക്ക് 5 മാറും. ഇനി ഞാൻ പോട്ടെ. ആശി ഞാൻ ഗർഭിണിയല്ല ആശി. എന്താ എന്താണ്? അയ്യോ പാവം, ഗർഭത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞത്. നിനക്ക് ഈ ഗർഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും അറിയാൻ മേലാത്തതുകൊണ്ടാണ് നീ ഈ ഗർഭകഥയും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. കാര്യം അന്ന് നിന്നെ സ്ത്രീകളെല്ലാം വലിച്ചു വരിയിട്ട് അലക്കിയതാണ്. ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആകുക എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ ഒരു നിമിഷം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു, അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അത് അനുഭവിക്കാൻ പറ്റാത്തൊരു ഒരുപാട് പേര് അതിനുവേണ്ടി വിഷമിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ മൂല്യം എന്നാണെന്നറിയാതാണ് നീ ഇപ്പം ഈ കൊട്ടി ഘോഷിച്ച് നടന്ന ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഈ ഒരു ഗർഭം എന്ന് പറയാൻ കൂടെ ഉള്ളത് അതിനേക്കാ വലിയൊരു പൊട്ടൻ. അവനാണെങ്കിൽ എല്ലാത്തിനും തലയും കുലുക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവക്കെന്ന് പറയാൻ പറ്റില്ല, ഇവന് പറ്റിയ സാധനമാണ് കൂടെയുള്ളത്. എന്നിട്ട് ഇതിനാണ് പറഞ്ഞത് കൂടെയുള്ളവർ ചോദിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റുമോ? നമ്മൾ ആ നാട്ടുപുറത്തെ ഇതാണ്, ഒരു ആചാരമാണത്. കാര്യം പ്രഗ്നൻ്റ് ആയാൽ പ്രസവിച്ചോ എന്ന് ചോദിക്കുക എന്നുള്ളത്. ഞാൻ 5 മാസമായി, അത് കഴിയുമ്പോഴത്തേക്കും 4 മാസം കഴിയുമ്പോൾ പെറും തൂക്കുന്നു വാരുന്നു എന്നതായിരുന്നു. ഏതുവഴി പെറുമെന്ന് മാത്രമുള്ള നമുക്ക് മനസ്സിലായില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞു എല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഏതുവഴി പെറുമെന്നുള്ള കാര്യം ഇവനൊക്കെ ഉണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ പറയുന്നതിന് ഒരു വ്യവസ്ഥയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്നൊരു കാര്യങ്ങൾ. ലീഗലി ഇഷ്ടമുള്ള 2 പേർക്ക് അവരെ 2 പേർക്ക് അങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്
ഓൾറെഡി നമ്മളെ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. അത് അവിഹിതമല്ല, ആവശ്യത്തിനുള്ള വിഹിതമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, അവിഹിതമല്ല, തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി പണിയും, അത് വേറെ കാര്യം. കണ്ടോ, സമൂഹത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിഹിതം ഏറ്റവും നല്ലതാണെന്നുള്ളത്, അവിഹിതം ഏറ്റവും നല്ലതാണ്. പുള്ളിക്കാരുടെ അഭിപ്രായമാണ് പറയുന്നതെന്നെല്ലാം പറയാം. എന്നിട്ട് പറഞ്ഞു കേട്ടോ, എൻ്റെ കെട്ടിയോൻ പോയാൽ, കെട്ടിയോനോ എനിക്ക് ഇങ്ങനെ കെട്ടിയോനാകുന്നത്, കെട്ടിയോൻ പോയി കഴിഞ്ഞാൽ അവൾ തല്ലി കൊല്ലുമെന്നാണ് ഉദ്ദേശിച്ചത്. അതാ പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു വെളിവില്ലാത്ത വർത്തമാനങ്ങൾ കൊണ്ടാണ് പലയിടത്തും വരുന്നത്. അവിഹിതത്തെപ്പറ്റി ചോദിച്ചാണ് അറിയേണ്ടത്, അത് ശരിയാണോ? അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കുറേ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ്, അതിനെ സംബന്ധിച്ചൊക്കെയാണ് ഈ ചോദിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുവാണ് ഇവരൊക്കെ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റൊരുത്തിൻ്റെ കുടുംബത്തിൽ അവിഹിതം നല്ലതാണ്, ഇവരുടെ ജീവിതത്തിൽ അവിഹിതം കൊള്ളതില്ല എന്ന്. ഇതൊക്കെയാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഓരോരോ മെസ്സേജുകൾ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ഓരോ കാറ്റഗറിയാന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഇവർ സംസാരിക്കാൻ വരുന്നതാണ്. ഒന്നാമത് ഈ പൊട്ടൻ വാ തുറക്കുന്ന മൊത്തവും പൊട്ടത്തരം പറയാനാണ്. ഒന്ന് നേരെ മലയാളം പറയാനും അറിയത്തില്ല, ഒരു ഭാഷയും പറയാനും അറിയാൻ പറ്റാതെ വലാന്ന് കിടന്ന് ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു സാധനമാണ് ഈ ജാസിയുടെ. ഇപ്പോൾ ഒരു തോളെ കൈയിട്ടിട്ട് ഇറക്കുന്നുണ്ട് സാധനം. അതിൻ്റെ തലയെല്ലാം മുട്ടയടിച്ച് ശ്രീലക്ഷ്മി അങ്ങനെ പേര്, തലമൊക്കെ മുട്ടയടിച്ച് മുട്ടച്ചി എന്നൊക്കെയാണ് അവരെ കളിയാക്കി വിളിക്കുന്നത്. അത് പിന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യം, അതൊക്കെ ഓരോരുത്തർ വിളിക്കും, ഞാൻ വിളിക്കുന്നില്ല. എന്ന് ശ്രീലക്ഷ്മി എന്നാണ് ഇവരുടെ പേര്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇവർക്ക് കുട്ടിയുണ്ട്, ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റ് ആണ്, ഒരു കുട്ടിയൊക്കെ ഉള്ളത്. ഇപ്പോൾ ജാസി പറയുന്നത് പുള്ളിക്കാരി ആണാണ് എന്നാണ് പറയുന്നത്. ആണാണ്, അതുകൊണ്ടാണ് മുടി അങ്ങനെ വെട്ടി നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാസി ഇതിനകത്ത് പറയുന്നുണ്ട്. ജാസി പറയുന്നുണ്ട്, ഇപ്പോൾ ഈ പറയുന്നതിനകത്തല്ല, ജാസി പറയുന്നുണ്ട് ആണാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ മുടി വെട്ടി നടക്കുന്നതെന്ന്. ഇതൊക്കെ നേരാണോ? ഇതൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ പറയുന്നതായിരിക്കല്ല പിന്നെ പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യം ഒന്ന് കേട്ടോണേ. ഈ എന്താണ് സബ് ആ പണ്ടാരം തുടങ്ങി കഴിഞ്ഞാല് അതിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുണി ഊരിയ ഫോട്ടോസ് മാത്രമല്ല, അവരെ പേഴ്സണൽ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർ അതിൽ കൊണ്ടിടും. ആദ്യമേ ശരിക്കും പറയാൻ പഠിക്കുക. അതിനകത്ത് എന്നിട്ട് അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, അല്ലാത്ത വീഡിയോസൊക്കെ ആണല്ലോ കാണുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇതെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് ഓർക്കണം. ഇനി ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇവരുടെ CT എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരിയും ഇങ്ങനെ ട്രാൻസ്ജെൻഡറാണ്. പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി തന്നെയല്ല, നമ്മുടെ ഒത്തിരി പേര് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി ട്രാൻസ്ജെൻഡറാണ്. വേറെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒരുപാട് എതിർത്താണ്. ഈ ജാസി കിടന്ന് കാണിക്കുന്ന കോലങ്ങൾക്കൊക്കെ എതിർത്താണ്. എടാ, ഞങ്ങളെ ഹിജഡയെന്ന് വിളിക്കണമെങ്കിലേ ഞങ്ങൾക്ക് കേരള ഗവൺമെന്റും അതുപോലെ ഇന്ത്യൻ സർക്കാരും നല്ല രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിൽ, നല്ല ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. നിന്നെ പോലെ 4 ചുവരുകളുടെ ഉള്ളിൽ വെറും ആണുങ്ങളെ കാണിക്കാൻ സ്ത്രീവേഷം വിട്ട് ഇങ്ങനെ സാരി ചുറ്റിയല്ല ജീവിക്കുന്നത്. ഡൗൺ ചെയ്താലും ടോപ്പ് ചെയ്താലും ഞങ്ങളുടെ ഐഡന്റിറ്റി സർജറി ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത്. അതും ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം. കറക്റ്റാണ് അവരാ പറഞ്ഞത്. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ പേരൻസിനോടൊപ്പം തന്നെ ജീവിക്കുന്നവരുണ്ട്. ഇവർക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇവർക്ക് വീട് വാടകയ്ക്ക് നേരത്തൊന്നും കൊടുക്കാൻ പാടില്ല, അതിനിപ്പോൾ അങ്ങനെ പറ്റത്തില്ല. വീട് വാടകയ്ക്ക് അവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ അവകാശങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടെന്ന്, അതുമൊക്കെ അവരുടെ അവകാശമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജാസി സർജറി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജാസി ഇടയ്ക്ക് ഇങ്ങനെ അതൊരിക്കലും ചെയ്യലെന്നാണ് ജാസിയുടെ കൂടെയുള്ള പുള്ളിക്കാരുടെ പേരെന്നാണോ ഞാൻ മറന്നുപോയി. അവർ ഇൻസ്റ്റയിൽ എപ്പോഴും ഇവർ തമ്മിൽ ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെയാണ്. ആ പുള്ളിക്കാരി പറയുന്നുണ്ട്, ജാസി നീ 2 വഴിക്കൂടെ നീ പോകും എന്നാണ് പറയുന്നത്. മറ്റേ ജാസി അങ്ങനെ, പിന്നെ ആഷി കറക്റ്റ് പുരുഷന്മാരോട് തന്നെയാണ് അങ്ങേർക്ക് താല്പര്യം എന്നാണ് പറയുന്നത്. പക്ഷേ ജാസി അങ്ങനെയല്ല, സ്ത്രീകളോടും താല്പര്യമുണ്ട്, പുരുഷനോടും താല്പര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ജാസി എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞ തെളിവ് സഹിതം ഞാൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാണ് പറയുന്നത്. അത് എന്നേലും ആകട്ടെ, അതൊന്നും നമ്മൾ പിന്നെ ഈ വായി വരുന്നത് ഓരോന്നും പറയുന്നതിൻ്റെയാണ്. അതുപോലെ തന്നെ ഇവർ കൂടുതലും കാണിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ഇവർ ഒരു പരിപാടി കാണിച്ചായിരുന്നു. നോമ്പ് സമയത്ത് ഇവർ ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ എത്രയോ ഈ മുസ്ലിംസിൻ്റെയൊക്കെ ഈ നോയമ്പെന്ന് പറയും, മുസ്ലിംസിൻ്റെ അല്ല, എല്ലാ മതക്കാരുടെയും നോയമ്പിൻ്റെ അതിൻ്റേതായ ഒരു പരിശുദ്ധിയുണ്ട്. അതിൻ്റേതായ പരിശുദ്ധിയിലൂടെയാണ് അവർ ഈ നോയമ്പെടുക്കുന്നത്. നോയമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓരോരുത്തർക്കും ഓരോ മതക്കാർക്കും അതിൻ്റേതായ ഓരോ വിശ്വാസങ്ങളാണ്. ഈ മുസ്ലിംസിൻ്റെ നോയമ്പെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉമ്മനീര് പോലും ഇറക്കാതെ അവർ വെള്ളമൊന്നും കുടിക്കാതെ, ഉമ്മനീര് ഇറക്കാമെന്ന് പറയാമല്ലോ, തൊണ്ടയൊന്നും നനയ്ക്കുക പോലും ചെയ്യത്തില്ല. അങ്ങനെ അതുപോലെ എടുക്കുന്ന ഒരു നോയമ്പാണ്. ആ സമയത്ത് ഇവർക്ക് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മറ്റ്
ചിന്തകളൊന്നും പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയാണ് ഉള്ളൊരിതാണ്. അതുപോലൊരു പരിശുദ്ധമായിട്ട് എടുക്കുന്നൊരു നോയമ്പാണ്. അതിന് ഇതായിട്ട് ജാസി ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടല്ലോ ഒരു മതത്തെ പോലും. പിന്നെ ഒരു കാര്യമുണ്ട്, ജാസിക്ക് ഈ മുസ്ലിം വിശ്വാസത്തിൽ അവരെ ആ ഒരു മതത്തിലേക്ക് യാതൊരു ഇതും കൊടുത്തിട്ടില്ല. യാതൊരു ഇതും കൊടുത്തിട്ടില്ല. കാര്യം അവർ പൊട്ടും തൊട്ട് കുറിയും തൊട്ട് അവർ കാണിക്കുന്ന കോലങ്ങൾ മൊത്തം കാണിച്ച് ഇവരുടെ സമുദായത്തിനെതിരായിട്ടുള്ള എല്ലാ പരിപാടിയും കാണിച്ചാണ് ഇവർ നടക്കുന്നത്. പിന്നെ ഇവർ അതിന് ഒരു പൊട്ട് തൊട്ടതുകൊണ്ട് കുറി തൊട്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരങ്ങനെയുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അവർ ഈ നോയമ്പെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോലം കാണിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും, നുണകളും അതുപോലെ തന്നെ വിഡിതങ്ങളും പറഞ്ഞ് നടക്കുമ്പോൾ ഓർക്കുക, ഇതൊക്കെ തിരിഞ്ഞൊരു സമയത്ത് നമ്മുടെ നേരെ തന്നെ വരുമെന്ന് വിചാരിക്കുക. അതും സോഷ്യൽ മീഡിയയിലാണ് ഇതൊക്കെ വിളിച്ച് കൂവുന്നത്. ഇതൊക്കെ വിളിച്ച് കൂവുകയും പോകും. അതൊക്കെ എടുത്ത് ഓരോരുത്തർ കൈ വെക്കും, വെച്ചേച്ച് അടുത്തത് വിളിച്ച് കൂവാൻ വരുമ്പോഴത്തേക്ക് പഴയ തൊട്ടെടുത്തങ്ങ് ഇടും. അതാണ് സംഭവിക്കുന്നത്. കൂടെ ഉള്ളവർ തന്നെ ചോദിച്ചില്ലേ എപ്പോഴാണ് പ്രസവിച്ചതെന്നും കുട്ടികളാതാന്നും ഒക്കെ ചോദിച്ചില്ലേ. നിങ്ങൾ കാണിച്ചിടക്കുന്ന നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഒരു ആ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ജാസി ഒന്നും അങ്ങനെയല്ല. ജാസിയൊക്കെ അതിലും പെടുത്താൻ പറ്റത്തില്ല, അല്ലാതെയും പെടുത്താൻ പറ്റത്തില്ല, ഒന്നിലും പെടുത്താൻ പറ്റാതെ ഇങ്ങനെ നടക്കുവാണ്. ജാസിയൊക്കെ സമരത്തിൽ നിന്നിട്ട് അവിടെ നോടിപ്പോകേണ്ട അവസ്ഥ ഒന്നെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കിയേ, കയ്യിലിരിപ്പ് എത്ര വളരെ മോശം എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. സമരത്തിന് പോയിട്ട് അവരുടെ കൂടെ ഉള്ളവർ കാരണം അവിടെ നോടിപ്പോകേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവരുടെയൊക്കെ സ്വഭാവം എത്രമാത്രം അവർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല, ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് പറ. അപ്പം ജാസി പോയി സങ്കടപ്പെട്ടിട്ട് വന്നേക്കുവാണ്. ജാസി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പ്രസവവും കാര്യങ്ങളും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചിന്തിക്കുക. ഞാൻ പറയില്ല, വീണ്ടും അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ നോയമ്പിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഒരു ഉളുപ്പില്ലെന്നുള്ളതാണ് കേട്ടോ ഇവർക്ക്. ഒരു ശകലം പോലും ഉളുപ്പില്ല, ഒരു നാണമില്ല. ഒരു കാര്യം ചെയ്തു, ഇതൊക്കെ സമൂഹത്തിലേക്ക് പോകുന്നു, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ കാണും എന്നുള്ള ഒരു നാണമോ ഒന്നുമില്ല. എന്നാണേലും ഒരു മനുഷ്യരൂപമല്ലേ, അതിൻ്റെതായ ഒരു നാണവും മാനവും വരത്തില്ലേ? അതുപോലും ഇല്ല അവർക്ക്. അവർ പറയുന്നത് എന്നാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇത് തന്നെയാണ് രേണു. അതാണ് ഇവരൊക്കെ ഒരു ടീമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള സഹവാസം തമ്മിൽ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിവരക്കേടൊക്കെ തന്നെ അവരും കാണിക്കുകയുള്ളൂ. എന്താണേലും ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക.